വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിൽ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് വെച്ചാൽ കഴിഞ്ഞു പോയ കാലം, അതായത് ഭൂതകാലം. പാസ്റ്റ് ടെൻസിലത്തെ സിമ്പിൾ ഫോമാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. സിമ്പിൾ പാസ്റ്റ് ടെൻസ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള സെന്റൻസുകളെ ഒന്ന് നോക്കാം. ദേ ഡാൻസ് എവറി മോർണിംഗ്. ഇതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്, പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ ഓക്സിലറി വെർബ് ഇല്ല. മെയിൻ വെർബ് തന്നെയാണ് ഫൈനൈറ്റ് വെർബായി നിന്നുകൊണ്ട് ടെൻസ് നമുക്ക് കാണിച്ചു തരുന്നത്. ദേ ഡാൻസ് എവറി മോർണിംഗ്. അവർ എന്ന് രാവിലെയും ഡാൻസ് ചെയ്യുന്നു. ഡാൻസ് എന്നുള്ളത് മെയിൻ വെർബ്. അത് അതിന്റെ ബേസ് ഫോമിലാണ് ഉണ്ടാവുക. സിമ്പിൾ പ്രസന്റ് ടെൻസിലെല്ലാം ബേസ് ഫോമിലാണ് വെർബ് ഉണ്ടാവുന്നത്. എന്നാൽ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് ആ സെന്റൻസിനെ മാറ്റുമ്പോൾ ദേ ഡാൻസ്ഡ് യെസ്റ്റർഡേ, ഇന്നലെ അവർ ഡാൻസ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറുമ്പോൾ വെർബിനെയും നമുക്ക് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റേണ്ടതുണ്ട്. ബേസ് ഫോമിൽ നിന്നും പാസ്റ്റ് ടെൻസ് ഫോമിലേക്ക്. എങ്ങനെയാണ് അത് മാറ്റിയത്? ഇ ചേർത്തുകൊണ്ട്. ഡാൻസ് എന്നുള്ളത് ഡാൻസ്ഡ് എന്നായി മാറി. ദേ ഡാൻസ്ഡ് യെസ്റ്റർഡേ. ഷീ വർക്ക്സ് ഇൻ എ കമ്പനി. അതൊരു സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. വർക്ക്സ് എന്നുള്ളത് കണ്ടാൽ നമുക്കത് മനസ്സിലാക്കാം. അവിടെ എസ് വരാൻ കാരണം ഷീ എന്നുള്ള തേർഡ് പേഴ്സൺ സിംഗുലർ സബ്ജക്റ്റ് ആയി നിൽക്കുന്നത് കൊണ്ടാണ് എസ് ചേർത്തിരിക്കുന്നത്. വി ആണെങ്കിൽ വി വർക്ക് ഇൻ എ കമ്പനി എന്ന് വരുമായിരുന്നു. ഷീ ആയതുകൊണ്ടാണ് ഷീ വർക്ക്സ് ഇൻ എ കമ്പനി. അതിനെ പാസ്റ്റ് ടെൻസിലേക്ക് നമുക്ക് മാറ്റുമ്പോൾ ഷീ വർക്ക്ഡ് ഇൻ എ കമ്പനി ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയർ അവളൊരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. അതായത് ഇപ്പൊ ചെയ്യുന്നില്ല. വർക്ക്ഡ് എന്ന് കാണിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. അത് അതിന്റെ വർക്ക് എന്നുള്ള ബേസ് ഫോമിനെ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റിയപ്പോൾ വർക്ക്ഡ് എന്നായി മാറി, ഇ ചേർത്തുകൊണ്ട്. അപ്പൊ അങ്ങനെ സിമ്പിൾ പാസ്റ്റ് ടെൻസിലെ സെന്റൻസുകൾക്ക് ബേസ് ഫോമിൽ നിന്നും വെർബിനെ പാസ്റ്റ് ടെൻസ് ഫോമിലേക്ക് മാറ്റണം. വി സോ അരുൺ എ ഫ്യൂ ഡേയ്സ് എഗോ. ഞങ്ങൾ അരുണിനെ കണ്ടു എന്നാ പറയണത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അരുണിനെ കണ്ടു. സോ എന്നുള്ളത് പാസ്റ്റ് ഫോം ആണ് വെർബിന്റെ. അതിന്റെ ബേസ് ഫോം എന്താണ്? സി. വി സോ അരുൺ എ ഫ്യൂ ഡേയ്സ് എഗോ. ഇത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്. സോ എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ്. ഹി വെന്റ് ടു ദ ഫിലിം 3 times ലാസ്റ്റ് വീക്ക്. ലാസ്റ്റ് വീക്ക് കഴിഞ്ഞ ആഴ്ച 3 പ്രാവശ്യം പോയി എന്നാ പറയുന്ന സിനിമയ്ക്ക്. അപ്പൊ വെന്റ് എന്നുള്ളത് പാസ്റ്റ് ടെൻസ് ഫോം ആണ്. അതിന്റെ ബേസ് ഫോം എന്താണ് വെർബിന്റെ? ഗോ. ഗോ എന്നുള്ളതാണ് വെന്റ് എന്നുള്ള പാസ്റ്റ് ഫോമിലേക്ക് മാറിയിരിക്കുന്നത്. ഗോ എന്നുള്ളതാണ് അതിന്റെ ബേസ് ഫോം വെർബിന്റെ. അപ്പൊ അങ്ങനെ കുറെ സെന്റൻസുകളിൽ നിങ്ങൾ പാസ്റ്റ് ടെൻസ് ഫോം ഉപയോഗിച്ചുകൊണ്ട് സെന്റൻസുകൾ ഉണ്ടാക്കുക. സിമ്പിൾ പാസ്റ്റ് ഈസ് ഓഫൺ ഇ ഫോർ റെഗുലർ വെർബ്സ്. അപ്പൊ വെർബുകളിൽ റെഗുലർ വെർബുകളും ഉണ്ട്, ഇറഗുലർ വെർബുകളും ഉണ്ട്. അതില് റെഗുലർ വെർബിനെ പാസ്റ്റ് ടെൻസ് ഫോമിലേക്ക് മാറ്റാൻ ഇ ചേർത്താൽ മതി. വളരെ ഈസിയാണ്. പാസ്റ്റ് ടെൻസ് ഫോം ഈസി ആയിട്ട് ഉണ്ടാക്കാം ബേസ് ഫോമിൽ നിന്ന് പാസ്റ്റ് ടെൻസ് ഫോമിലേക്ക് ഇ ചേർത്തുകൊണ്ട്. അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഇ ചേർത്തുകൊണ്ട് തന്നെയാണ് വരിക റെഗുലർ വെർബുകളുടെ. വർക്ക്, വർക്ക്ഡ്. പ്ലേ, പ്ലേഡ്. കുക്ക്, കുക്ക്ഡ്. arrive, arrived. stop, stopped. want, wanted. ഇങ്ങനെ ഇ ചേർത്തുകൊണ്ടാണ് റെഗുലർ വെർബുകളുടെ പാസ്റ്റ് ടെൻസ് ഫോം നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുക. എന്നാൽ ദ സിമ്പിൾ പാസ്റ്റ് ഈസ് നോട്ട് ഇ ഫോർ ഇറഗുലർ വെർബ്സ്. ഇറഗുലർ വെർബുകളുടെ പാസ്റ്റ് ടെൻസ് ഫോം ഇ ചേർത്തുകൊണ്ടല്ല മാറ്റേണ്ടത്. എങ്ങനെയാണ് അത് വരിക? ഈറ്റ്, എയ്റ്റ്. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇ ചേർത്തുകൊണ്ടല്ല ഇറഗുലർ വെർബുകളുടെ പാസ്റ്റ് ടെൻസ് ഫോം ഉള്ളത്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. കുറേ ഇറഗുലർ വെർബുകളുടെ പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും. ഈറ്റ്, എയ്റ്റ്. ടെൽ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ഫോം എന്താണ്? ടോൾഡ്. വിൻ എന്നുള്ള ബേസ് ഫോം പാസ്റ്റ് ടെൻസ് ഫോമിലേക്ക് എന്തായി മാറി? വൺ. ഗോ എന്നുള്ളത് വെന്റ്. ബിൽഡ് എന്നുള്ളത് ബിൽറ്റ്. ആ ഡി എന്നുള്ളത് ടി ആയി മാറി. സെൻഡ് എന്നുള്ളത് ടി ആക്കി സെൻഡ്. ബ്രേക്ക്, ബ്രോക്ക്. അങ്ങനെ ഇറഗുലർ വെർബുകളുടെ പാസ്റ്റ് ടെൻസ് ഫോം ഇ ചേർത്തുകൊണ്ട് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ കുറേ ഇറഗുലർ വെർബുകളുടെ പാസ്റ്റ് ടെൻസ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും വായിച്ച് മനസ്സിലാക്കുക.
We played tennis yesterday and our team won the match. ഇതില് റെഗുലർ വെർബും ഉണ്ട് ഇറഗുലർ വെർബും ഉണ്ട്, രണ്ടിന്റെയും പാസ്റ്റ് ടെൻസ് ഉണ്ട്. പ്ലേഡ് എന്നുള്ളതിന്റെ ബേസ് ഫോം എന്താ? ഈസി ആയിട്ട് നമുക്കറിയാം, പ്ലേ. എന്നാൽ വൺ എന്നുള്ളതിന്റെ ബേസ് ഫോം എന്താണ്? വിൻ. അങ്ങനെ കുറെ സെന്റൻസുകൾ എഴുതുക. We use did in simple past, negatives and questions. അപ്പോൾ പാസ്റ്റ് ടെൻസിൽ നെഗറ്റീവ് സെന്റൻസുകൾക്കും ക്വസ്റ്റ്യനുകൾക്കും ഓക്സിലറി വെർബ് ആവശ്യമാണ്. എല്ലാ പ്രസന്റ് ടെൻസ് ആണെങ്കിലും എല്ലാത്തിലും നെഗറ്റീവ് സെന്റൻസുകൾക്കും ക്വസ്റ്റ്യനുകൾക്കും ഓക്സിലറി വെർബ് വേണം. അപ്പൊ ഇവിടെ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബ് ഏതാണ്? ഡിഡ്. അതുമാത്രം, അവിടെ സബ്ജക്റ്റ് ഏതാണെന്ന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഡിഡ് ആണ് കോമൺ ആയിട്ട് എല്ലാ സെന്റൻസുകളിലും കാണപ്പെടുക, നെഗറ്റീവ് സെന്റൻസുകളിലും ക്വസ്റ്റ്യനുകളിലും, സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ. ആ പോയിന്റ് നല്ല രീതിയിൽ ഓർമ്മിക്കുക. ഐ ഡിഡ് നോട്ട് പ്ലേ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ കളിച്ചില്ല. ഐ ഡിഡ് നോട്ട് പ്ലേ, അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. അപ്പൊ ഈ ഓക്സിലറി വെർബ് അഥവാ ഹെൽപ്പിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലാണ് ഡിഡ് എന്ന്. അതുകൊണ്ട് തന്നെ മെയിൻ വെർബ് അതിന്റെ ബേസ് ഫോമിൽ തന്നെയായിരിക്കണം എഴുതേണ്ടത് എന്നുള്ള പോയിന്റ് ആണ് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഡിഡ് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നത് കൊണ്ട് പ്ലേ എന്നുള്ളത് അതിന്റെ ബേസ് ഫോമിൽ തന്നെ വരണം. പ്ലേഡ് എന്ന് മാറ്റരുത്. ഡിഡും ഡിഡ് നോട്ട് പ്ലേഡ് എന്ന് എഴുതരുത്. ഐ ഡിഡ് നോട്ട് പ്ലേ യെസ്റ്റർഡേ എന്നേ വരാൻ പാടുള്ളൂ. എന്നാൽ അത് പോസിറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അവിടെ ശ്രദ്ധിക്കുക, ഹി പ്ലേഡ് യെസ്റ്റർഡേ. അവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല, അതായത് ഓക്സിലറി വെർബ് ഇല്ല. അതുകൊണ്ടാണ് മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിൽ ഉള്ളത്, പ്ലേഡ് എന്ന് ഇ ഡി ചേർത്തുകൊണ്ട്. എന്നാൽ നെഗറ്റീവ് സെന്റൻസുകളിൽ ഹെൽപ്പിംഗ് വെർബ് ഉണ്ട്. ഡിഡ് എന്ന് പാസ്റ്റ് ടെൻസിനെ കാണിച്ചുകൊണ്ട് അത് ഫൈനൈറ്റ് വെർബായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ മെയിൻ വെർബ് ബേസ് ഫോമിൽ വരണം എന്നുള്ള പോയിന്റ് ഓർമ്മിക്കുക. വി ഡിഡ് നോട്ട് സീ ദ ന്യൂ ഫിലിം. ഞങ്ങൾ ന്യൂ ഫിലിം കണ്ടില്ല എന്ന് പറയുന്ന നെഗറ്റീവ് സെന്റൻസ്. ഡിഡ് നോട്ട് സീ, ഇവിടെ ഏതാ മെയിൻ വെർബ്? സീ. അതെന്തുകൊണ്ടാണ് ബേസ് ഫോമിൽ നിൽക്കുന്നത്? ഇത് പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്, എന്നിട്ടും അത് ബേസ് ഫോമിൽ നിൽക്കാൻ കാരണം ഓക്സിലറി വെർബ് പാസ്റ്റ് ടെൻസ് ഫോമിനെ കാണിക്കുന്നു, ഡിഡ്. അപ്പൊ അതുകൊണ്ട് മെയിൻ വെർബ് ബേസ് ഫോമിലായിരിക്കണം. വി ഡിഡ് നോട്ട് സീ ദ ന്യൂ ഫിലിം. ആ പോയിന്റ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, കുറെ സെന്റൻസുകൾ എഴുതി മനസ്സിലാക്കണം. ഹി സോ ദ ഫിലിം യെസ്റ്റർഡേ, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. അതുകൊണ്ട് ആ സീ എന്നുള്ള മെയിൻ വെർബ് പാസ്റ്റ് ടെൻസിലേക്ക് മാറുന്നു. കാരണം അവിടെ ഹെൽപ്പിംഗ് വെർബ് ഇല്ല പോസിറ്റീവ് സെന്റൻസുകളിൽ. സിമ്പിൾ ഫോമില് ഹി സോ ദ ഫിലിം യെസ്റ്റർഡേ, അവർ ഇന്നലെ ഫിലിം കണ്ടു. അപ്പൊ ഈ ഡിഡ്, വി യൂസ് ഡിഡ് ആൻഡ് ഡിഡ് നോട്ട് പ്ലസ് ബേസ് ഫോം ഓഫ് വെർബ് ഓൺലി. ആ ഒരു പോയിന്റിനെ ബൈ ഹാർട്ട് ആയിട്ട് മനസ്സിലാക്കുക. ഡിഡിന്റെ കൂടെയും ഡിഡ് നോട്ടിന്റെ കൂടെയും വെർബിന്റെ ബേസ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള പോയിന്റ്. ഈ ക്വസ്റ്റ്യൻസ് ആണെങ്കിലോ, ഡിഡ് യു സീ ദ ഫിലിം യെസ്റ്റർഡേ? ക്വസ്റ്റ്യനുകളിലും ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡിഡ് യു സീ ദ ഫിലിം യെസ്റ്റർഡേ? ഇതൊരു പാസ്റ്റ് ടെൻസിലുള്ള സെന്റൻസ് ആണ്. അതെങ്ങനെ മനസ്സിലാക്കാം? ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട് തന്നെ. ഡിഡ് യു സീ ദ ഫിലിം യെസ്റ്റർഡേ? ഇന്നലെ സിനിമ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഫിലിം കണ്ടോ ഇന്നലെ? നോ ഐ ഡിഡ് നോട്ട്. അല്ലെങ്കിൽ എന്താ വരിക? യെസ് ഐ ഡിഡ്. ആൻസറും അപ്പൊ തന്നെ മനസ്സിലാക്കുക. ഡിഡ് യു സീ ദ ഫിലിം യെസ്റ്റർഡേ? അവിടെ സി എന്നുള്ളത് മെയിൻ വെർബാണ്, അത് ബേസ് ഫോമിൽ നിൽക്കുന്നു. കാരണം ഡിഡ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബ് പാസ്റ്റ് ടെൻസിലായതുകൊണ്ട്. ഡിഡ് ദേ കം ടു ദ പാർട്ടി? ഇതും പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസ് ആണ്, ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്, ക്വസ്റ്റ്യൻ ആണ്. ഇവിടുത്തെ മെയിൻ വെർബ് കം എന്നുള്ളതാണ്, അത് അതിന്റെ ബേസ് ഫോമിലാണ് ഉള്ളത്. കാരണം ഡിഡ് എന്ന് ഓക്സിലറി വെർബ് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു. യെസ് ദേ ഡിഡ്. ഡിഡ് ദേ കം ടു ദ പാർട്ടി? യെസ് ദേ ഡിഡ്. ഇനി വേറൊരു ആൻസർ എന്താ? നോ ദേ ഡിഡ് നോട്ട്. ആൻസറും അതേ സമയം തന്നെ പറഞ്ഞ് പഠിക്കുക. പറഞ്ഞ് നിങ്ങൾ ശീലിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറുകൾ പറയാൻ പറ്റും. ഹൗ ഡിഡ് ദ ആക്സിഡന്റ് ഹാപ്പൻ? എങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിച്ചത് എന്നാണ് ചോദിക്കുന്നത്.
അപ്പൊ ഇവിടെയും ഇതൊരു ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻ ആണ്. WH ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. ഹൗ ഡിഡ് ദ ആക്സിഡന്റ് ഹാപ്പൻ? ഇവിടെ മെയിൻ വെർബ് ഹാപ്പൺ എന്നുള്ള ബേസ് ഫോമിലാണ്. കാരണം ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നത് കൊണ്ട്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ എന്താണ്? ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് വെച്ചാൽ വെർബിന്റെ ബേസ് ഫോമിന് പറയുന്ന പേരാണ് ഇൻഫിനിറ്റീവ്. അപ്പൊ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ഇതിനൊക്കെ ആൻസർ എങ്ങനെ വരും നോക്കുക. വെർബ് ഉണ്ട്, അതെങ്ങനെയാണ്, ഏത് ഫോമാണ് വരിക? അരുൺ ഡിഡ് നോട്ട് ഡാഷ് ടെന്നീസ് യെസ്റ്റർഡേ. ഡിഡ് നോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ പ്ലേ എന്നുള്ളതിന്റെ ബേസ് ഫോമേ അവിടെ വരാൻ പറ്റുള്ളൂ. ഡിഡ് നോട്ട് പ്ലേ എന്നാണ് വരേണ്ടത്. എന്നാൽ ഹി ഡാഷ് ചെസ് എന്നുള്ളതോ അവിടെ നെഗറ്റീവ് അല്ല. അരുൺ ഡിഡ് നോട്ട് പ്ലേ ടെന്നീസ് യെസ്റ്റർഡേ. ഇന്നലെ ടെന്നീസ് കളിച്ചില്ല, പകരം കളിച്ചത് ചെസ് ആണ്. അപ്പൊ അവിടെ പ്ലേഡ് എന്ന് വരും. അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. ദ ഷോപ്പ് ഡിഡ് നോട്ട് ഡാഷ് അറ്റ് 8 AM ലാസ്റ്റ് സൺഡേ. ലാസ്റ്റ് സൺഡേ ആ ഷോപ്പ് 8 മണിക്ക് തുറന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഡിഡ് നോട്ട് കഴിഞ്ഞാൽ പിന്നെ മെയിൻ വെർബിന്റെ ബേസ് ഫോമേ പറ്റുള്ളൂ. ഓപ്പൺ. ദ ഷോപ്പ് ഡിഡ് നോട്ട് ഓപ്പൺ അറ്റ് 8 AM ലാസ്റ്റ് സൺഡേ ആൻഡ് ഇറ്റ് ഓപ്പൺഡ് അറ്റ് 9 AM. അവിടെ ഓപ്പൺഡ് എന്ന് തന്നെ വരണം. അത് പോസിറ്റീവ് സെന്റൻസ് ആണ്. വി ഡിഡ് നോട്ട് ഡാഷ് ടു പാർക്ക് യെസ്റ്റർഡേ. ഇന്നലെ പാർക്കിലേക്ക് പോയില്ല. അപ്പൊ ഡിഡ് നോട്ട് വന്നതുകൊണ്ട് ബേസ് ഫോം തന്നെ വരണം. വി ഡിഡ് നോട്ട് ഗോ ടു ദ പാർക്ക്. പകരം എവിടേക്കാ പോയത്? വി വെന്റ് ടു ബീച്ച്. അവിടെ വെന്റ് എന്നാണ് വരിക. കാരണം അതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. പോസിറ്റീവ് സെന്റൻസുകളിൽ ഓക്സിലറി വെർബ് ഇല്ല. അതുകൊണ്ട് മെയിൻ വെർബിനെ പാസ്റ്റ് ടെൻസിലാക്കി എഴുതേണ്ടതുണ്ട്. ഗോന്റെ പാസ്റ്റ് ടെൻസ് ഫോം എന്താ? വെന്റ്. അവിടെ സബ്ജക്റ്റ് ഏതാണെന്ന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. വെർബിന് ED ചേർത്തുകൊണ്ടോ അതിന്റെ പാസ്റ്റ് ടെൻസ് ഫോമിലേക്ക് മാറ്റി എഴുതുക എന്നുള്ള പോയിന്റാണ് ഓർമ്മിക്കേണ്ടത് പോസിറ്റീവ് സെന്റൻസുകളിൽ. നെഗറ്റീവ് സെന്റൻസുകളിൽ ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ് ഉണ്ട്. ഇന്ററോഗേറ്റീവ് സെന്റൻസുകളിലും ഓക്സിലറി വെർബ് ഉണ്ട്. ഏതാണത്? ഡിഡ്.